ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോളിഫ്ലവർ വെച്ചിട്ടൊരു നല്ല ഗോബി 65 ആണ് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ചായയുടെ കൂടിയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നല്ല പോലെ ചതച്ചതാണ് കേട്ടോ, കല്ലിൽ വെച്ച് ചതച്ച് ഇങ്ങനെ പേസ്റ്റ് ആക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ മല്ലിപ്പൊടി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, അതും 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനിഗർ ആണ് എടുത്തിട്ടുള്ളത്, അതൊരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും മതി കേട്ടോ. സോയാ സോസ് എടുത്തിട്ടുണ്ട്, അതും 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, അതും 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുള്ളത് വലിയൊരു കോളിഫ്ലവർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള കോളിഫ്ലവർ ചെറുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ അളവുകളൊക്കെ കുറയ്ക്കണം. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്ത ഐറ്റംസ് ഫുള്ളും 1 ടേബിൾ സ്പൂൺ വീതമായിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഞാനിവിടെ ഒരു 2 തണ്ട് എടുത്തിട്ട് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം നമുക്കിതിന്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയുടെ പൊടി അല്പം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല, ഇത്ര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനുള്ളത് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ 1 കപ്പ് മൈദയും ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് കോൺഫ്ലവർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ എല്ലാ ഐറ്റംസും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലൊരു തിക്ക് ബാറ്റർ ആക്കി എടുക്കുക. അതിലേക്ക് വേണം നമ്മൾ നമ്മുടെ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കോളിഫ്ലവർ ഞാനിവിടെ നേരത്തെ തന്നെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം 1 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചെടുക്കാന്ന് വെച്ചാൽ മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മളെല്ലാ വീഡിയോയിലും കാണിക്കണതല്ലേ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല തിക്ക് ബാറ്ററായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിക്ക് മുമ്പേ തന്നെ ഈ കോളിഫ്ലവറിൽ ഒരു 2 ടീസ്പൂണോളം അരിപ്പൊടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവറിൽ നമ്മുടെ ബാറ്റർ നല്ലപോലെ പെട്ടെന്ന് പിടിക്കാനായിട്ടാണ് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ബാറ്റർ പെട്ടെന്ന് ആ ഒരു കോളിഫ്ലവറിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. ഇപ്പോൾ നമുക്ക് കുറച്ച് സമയം വെക്കാൻ നേരമില്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെക്കാനൊക്കെ നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, കോളിഫ്ലവറിൽ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ കോളിഫ്ലവറൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാതെ ഇങ്ങനെ വേർതിരിഞ്ഞിരിക്കുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ വേണം നമുക്ക് ഓരോ കോളിഫ്ലവറും ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. മാത്രമല്ല നമ്മുടെ ഈ ബാറ്റർ ഉണ്ടല്ലോ, ബാറ്റർ ഈ കോളിഫ്ലവറിൽ നിന്ന് വിട്ടു പോവും. പെട്ടെന്ന് തന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് തിരിച്ചിട്ടാലൊക്കെ. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആക്കി എടുക്കണം കേട്ടോ മൊരിച്ചിട്ട്. ഇപ്പോൾ കൂടുതൽ ഓയിലൊക്കെയാണ് വറക്കണേന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ മുങ്ങിക്കിടന്ന് ഒറ്റയടിക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അധികം ഓയിൽ അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണം. അപ്പം നമ്മുടെ കോളിഫ്ലവർ ഏതാണ്ടൊക്കെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കറിവേപ്പില 2 തണ്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളക് വേണമെങ്കിൽ അതൊന്ന് നടുകീറി അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയും കിട്ടും, കുറച്ച് കളർഫുൾ ആയിരിക്കും. പിന്നെ ആ കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ വെളിച്ചെണ്ണയിൽ വന്നിട്ട് ഒരു പ്രത്യേക രുചിയും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലതായ കറിവേപ്പിലയാണ് നമ്മൾക്കിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇട്ട് കൊടുത്ത നമ്മുടെ കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവറും മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ ഒരു ചിൽ ചിൽ എന്നുള്ള സൗണ്ട് കേൾക്കും കേട്ടോ. അപ്പോൾ ആ ഒരു പാകത്തിന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ ഒന്നും എടുത്തില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് ഇത് മൊരിഞ്ഞ് വന്നപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് എടുത്തു കേട്ടോ.
കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല ഭംഗി മാത്രമല്ല കേട്ടോ നല്ല രുചിയുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോബി 65 ആണ് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുമ്പോൾ സ്നാക്സ് ആയിട്ട് കൊടുക്കാനും ഒക്കെ ഒരു അടിപൊളി ഐറ്റമാണ്. നല്ല മുരിഞ്ഞിരിക്കുന്ന ഗോബി 65ൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.